Today, our topic is fill factor, lift-off effect, edge effect and end effect. നമ്മൾ ഇത്രയും ടേംസുകൾ എന്തൊക്കെയാണ്, എന്താണ് മെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോവുക. അപ്പോൾ അതിലാദ്യം fill factor. It is a number which measures how well the test piece fills the coil in external encircling probes. അതായത് ഞാൻ ഡയഗ്രത്തിലൂടെ ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ടെസ്റ്റ് കോയിൽ അല്ലെങ്കിൽ എൻസർക്ലിംഗ് പ്രോബ് എന്ന് പറയുന്നതാണ് ഇത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് എൻസർക്ലിംഗ് പ്രോബ് എന്നുള്ളത്. ഇതാണ് ആ എൻസർക്ലിംഗ് പ്രോബ്. അപ്പോൾ നമുക്ക് എൻസർക്ലിംഗ് പ്രോബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്യൂബുകൾ അല്ലെങ്കിൽ റോഡുകൾ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എൻസർക്ലിംഗ് പ്രോബ്സ് യൂസ് ചെയ്യുക. അതായത് ട്യൂബിൻ്റെയും റോഡിൻ്റെയും ഒക്കെ ആ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സർക്കംഫറൻസ് അതിലെന്തെങ്കിലും ക്രാക്കുകളുണ്ടോ അല്ലെങ്കിൽ ഔട്ടർ ഡയമീറ്ററിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എൻസർക്ലിംഗ് പ്രോബ്സ് യൂസ് ചെയ്യുക. സോ ഈ പ്രോബിനകത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്പെസിമെൻ ഇതാണ് നമ്മുടെ സ്പെസിമെൻ എന്ന് കരുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെസിമെൻ. ഞാനിത് ഷെയ്ഡ് ചെയ്യുകയാണ് സ്പെസിമെൻ. ഓക്കെ, ഇതാണ് നമ്മുടെ റോഡ്. ഓക്കെ, ദെൻ ഈ റോഡും അതുപോലെ തന്നെ കോയിലും തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് എത്രത്തോളം മിനിമം ആക്കാൻ പറ്റുമോ, മീൻസ് സീറോയിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തുമാത്രം ഈ കോയിലിനകത്തെ ഈ ഒരു സ്പേസ്, ആ സ്പേസ് എന്തുമാത്രം ഫില്ലായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ചെറുതാണ് എന്നത് മനസ്സിലാക്കാനാണ് നമ്മൾ ഫിൽ ഫാക്ടർ യൂസ് ചെയ്യുക. അതായത് ഫിൽ ഫാക്ടർ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഈ ഒരു ഗ്യാപ്പ് ചെറുതാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഫിൽ ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിലൂടെ മനസ്സിലാക്കാം. ഫിൽ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ ടെസ്റ്റ് പീസ്. ടെസ്റ്റ് പീസിൻ്റെ ഡയമീറ്റർ എന്താണോ അതേ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ കോയിൽ. അപ്പോൾ ഫിൽ ഫാക്ടർ 1 എന്ന് കരുതുക. 1 എന്ന് കരുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? ടെസ്റ്റ് പീസിൻ്റെ ഡയമീറ്ററും കോയിലിൻ്റെ ഡയമീറ്ററും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഗ്യാപ്പ്, സ്പെസിമെനും കോയിലും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫിൽ ഫാക്ടർ സൂചിപ്പിക്കുന്നത് എന്തുമാത്രം ഈ കോയിലിൻ്റെ അകത്തെ സ്പേസിൽ ആ ഒരു സ്പെസിമെൻ ഫില്ലായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഫിൽ ഫാക്ടർ സൂചിപ്പിക്കുക. അപ്പോൾ ഫിൽ ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് 0 ആണ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ഫിഗർ കണ്ടു. ആ ഫിഗറിൽ വെച്ച് നമ്മൾ ഇത് പറയുന്നു. ഡയമീറ്റർ ഓഫ് ദ ടെസ്റ്റ് പീസ്. ടെസ്റ്റ് പീസിൻ്റെ ഡയമീറ്റർ ഈക്വൽ ടു പ്രോബ് ഇന്നർ ഡയമീറ്റർ. അതായത് നമുക്ക് ഫിൽ ഫാക്ടർ 1 ആയിട്ട് നമ്മൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 0 ആണ്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് പറയുക? ഈ ടെസ്റ്റ് പീസിൻ്റെ ഡയമീറ്റർ എന്താണോ ആ ഡയമീറ്റർ എന്ന് പറയുന്നത് പ്രോബിൻ്റെ ഇന്നർ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് പ്രോബിൻ്റെ ഡയമീറ്റർ എന്താണോ ആ ഡയമീറ്റർ തന്നെയായിരിക്കും ടെസ്റ്റ് പീസിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അതായത് പ്രോബ് നമ്മൾ ഓൾറെഡി കണ്ടു. ആ പ്രോബിൻ്റെ ഡയമീറ്റർ ഞാനത് കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രോബ് എന്ന് കരുതുക. പ്രോബിൻ്റെ ഇന്നർ ഡയമീറ്റർ ഇതാണെന്ന് കരുതുക. ഇതാണ് നമ്മുടെ സ്പെസിമെൻ എന്ന് കരുതുക. ഇൻ കേസ് നമ്മുടെ ഗ്യാപ്പ് ഒന്നും ഇല്ല എങ്കിൽ ഈ സ്പെസിമെൻ്റെ ഡയമീറ്റർ എന്താണോ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ടെസ്റ്റ് സ്പെസിമെൻ എന്താണോ അതും ഈ കാണുന്ന പ്രോബിൻ്റെ ഇന്നർ ഡയമീറ്ററും ഈക്വൽ ആയിരിക്കും. ദെൻ അതുപോലെ ഡയമീറ്റർ ഓഫ് ദ കോയിൽ. ഡയമീറ്റർ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെസ്റ്റ് പീസിൻ്റെ ഔട്ടർ ഡയമീറ്റർ. അതായത് നേരത്തെ വരച്ച അതേ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഡയമീറ്റർ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ ടെസ്റ്റ് സ്പെസിമെൻ. ഓക്കെ, അപ്പോൾ ഫിൽ ഫാക്ടർ സൂചിപ്പിക്കുന്നത് ഈ ഒരു കോയിലിനകത്ത് ആ ഒരു സ്പേസിൽ എന്തുമാത്രം ടെസ്റ്റ് സ്പെസിമെൻ ഫില്ലായിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആക്കാൻ മാക്സിമം ശ്രമിക്കണം. എന്തുകൊണ്ടാണ്? ഈ കോയിലും സ്പെസിമെനും തമ്മിലുള്ള ദൂരം ഗ്യാപ്പ് കൂടുന്തോറും എന്താണ് സ്പെസിമെനിലേക്ക് എത്തേണ്ട മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എമൗണ്ട് കുറയുന്നു. അതായത് കോയിൽ ജനറേറ്റ് ചെയ്യുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ്
കുറച്ച് പോർഷൻ ആയിരിക്കും സ്പെസിമെനിൽ എത്തുക. അങ്ങനെ സംഭവിച്ചാൽ എന്താവും? സ്പെസിമെനിൽ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്തിനെ അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് ആ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റിയെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫിൽ ഫാക്ടർ യൂണിറ്റി അല്ലെങ്കിൽ ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത് ആ യൂണിറ്റിയോട് അടുത്ത് എന്ന രീതിയിൽ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കണം. Then fill factor should be as near as unity. Then fill factor is the ratio of the cross-sectional area of the test piece and the area of the coil section. അതായത് ഒരു ടെസ്റ്റ് പീസ്, ആ ടെസ്റ്റ് പീസിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണോ അതും അതോടൊപ്പം തന്നെ കോയിലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണോ അതും തമ്മിലൊരു റേഷ്യോ ആണ് ഫിൽ ഫാക്ടർ. നമ്മൾ ഇൻഡയറക്റ്റ് വേയിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൈ ഡി സ്ക്വയർഡ് ബൈ 4 എന്ന് പറയുന്നതാണ് ഏരിയ. അപ്പോൾ ആ പൈയും 4ഉം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് മാറി ഡയമീറ്റർ എടുത്തു. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സ്പെസിമെൻ, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്പെസിമെൻ ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോയിൽ. ഓക്കെ, അപ്പോൾ ഫിൽ ഫാക്ടർ 1 ആകുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആ ടെസ്റ്റ് പീസിൻ്റെ ഡയമീറ്റർ എന്താണോ അതും കോയിലിൻ്റെ ഡയമീറ്ററും ഈക്വൽ ആകും, അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആകും. Then it is necessary that the coil wires be as close as possible to the test piece. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, കോയിലും സ്പെസിമെനും തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? കോയിൽ വയർ ബി ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ദ ടെസ്റ്റ് പീസ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഹാവ് എ ഗ്രേറ്റർ റെസ്പോൺസ് പൊട്ടൻഷ്യൽ ടു ക്രാക്ക്. അതായത് ഈ കോയിലും സ്പെസിമെനും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞിരുന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. ഇതിന് അടുത്തതാണ് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഫിൽ ഫാക്ടർ നമ്മൾ മെയിനായിട്ട് പറയുക എൻസർക്ലിംഗ് പ്രോബുകളുടെ കേസിലാണ്. അതായത് നമുക്കൊരു ട്യൂബ് അല്ലെങ്കിൽ റോഡ് അത് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ഫിൽ ഫാക്ടർ ഉണ്ടാവുക. ഇനി സർഫസ് പ്രോബൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ഫിൽ ഫാക്ടർ പറയാൻ പറ്റില്ല. മറിച്ച് പ്രോബും സ്പെസിമെനും തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതായി പറയാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്നൊരു ടേം ആവശ്യം വരുന്നു. സോ ദ ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രോബ് ആൻഡ് ദ പ്ലേറ്റ് ബീയിങ് ഇൻസ്പെക്റ്റഡ് ഈസ് കോൾഡ് ലിഫ്റ്റ് ഓഫ്. അപ്പോൾ ഇവിടെ ലൈഫ് അല്ല, ലിഫ്റ്റ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എൻസർക്ലിംഗ് ഓർ ഇൻസൈഡ് കോയിൽസ് അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഫിൽ ഫാക്ടർ എന്ന ടേം ആയിരിക്കും നമ്മൾ എൻസർക്ലിംഗ് പ്രോബ്സിലൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ സർഫസ് പ്രോബിലെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുക ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇംപെഡൻസ് പ്ലെയിനടക്കം നമ്മൾ ലിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ പ്രിൻസിപ്പിൾ അടക്കം സ്റ്റാർട്ട് ചെയ്തത്. ദെൻ സിൻസ് ഫ്ലക്സ് ഡെൻസിറ്റി ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ടെസ്റ്റ് കോയിൽ, the amount of lift off or separation between the coil and the test piece has a significant impact on sensitivity. ഞാൻ നേരത്തെ ഫിൽ ഫാക്ടറിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ടെസ്റ്റ് കോയിലും സ്പെസിമെനും തമ്മിലുള്ള ദൂരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ആ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുന്നു. അതിന് കാരണം എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി കുറയുവാണ്. കാരണം നമ്മുടെ കോയിലും സ്പെസിമെനും തമ്മിലുള്ള ദൂരം കൂടുന്തോറും ആ ഫ്ലക്സ് ഡെൻസിറ്റി, ആ സ്പെസിമെനിൽ വരേണ്ട ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിമെനും വരേണ്ട മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയുന്നു. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്ഡി കറണ്ടിനെ ബാധിക്കുന്നു. എഡ്ഡി കറണ്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് അത് എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്നു. The closer the coupling between coil and test specimen, the denser the eddy current field that can be developed. അപ്പോൾ കോയിലും സ്പെസിമിനും തമ്മിൽ ഏറ്റവും മിനിമം ഗ്യാപ്പിൽ അടുത്തിരുന്നാൽ അവിടെ ആ സ്പെസിമിനിൽ ഉണ്ടാകുന്ന എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് കൂടുതലാകും, അല്ലെങ്കിൽ ദ ഡെൻസർ ദ എഡ്ഡി കറന്റ് ഫീൽഡ്. അപ്പോൾ എഡ്ഡി കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്താണ്? സെൻസിറ്റിവിറ്റി കൂടും. And thus the more sensitive the test. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് എഡ്ഡി കറൻറ്റ് ടെസ്റ്റിങ്ങിൽ. അപ്പോൾ ഈ പ്രോബും അതുപോലെ തന്നെ സ്പെസിമെനും തമ്മിലുള്ള ദൂരം ഏറ്റവും മിനിമം ആയിരിക്കണം. മിനിമം ആയിക്കഴിഞ്ഞാൽ എഡ്ഡി കറൻറ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഫോർ അച്ചീവിങ് ബെറ്റർ സെൻസിറ്റിവിറ്റി it is always desirable to set lift off as minimum as possible. Okay. Then അടുത്തതാണ് എഡ്ജ് എഫക്റ്റ്. എഡ്ജ് എഫക്റ്റും എൻഡ് എഫക്റ്റും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം എന്ന് വേണമെങ്കിൽ പറയാം. എഡ്ജ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എഡ്ജ് എഫക്റ്റ് ഈസ് ഫിനോമിനൻ ദാറ്റ് ഓക്കേഴ്സ് വെൻ ആൻ ഇൻസ്പെക്ഷൻ കോയിൽ ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടെസ്റ്റ് പീസ്. അപ്പോൾ ഒരു ടെസ്റ്റ് പീസ് എടുത്തു, അതിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന എഫക്റ്റിനെയാണ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുക. അതായത് നമ്മളൊരു സ്പെസിമെൻ എടുത്തു, ആ സ്പെസിമെൻ്റെ സർഫസൊക്കെ നമ്മൾ ടെസ്റ്റ് കോയിൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ആ സ്പെസിമെൻ്റെ എൻഡിലേക്ക് എത്തി, എൻഡ് പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് പോർഷനിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്, ആ ഇംപെഡൻസിനുണ്ടാകുന്ന വേരിയേഷൻ, അതിനെയാണ് എഡ്ജ് എഫക്റ്റ് എന്ന് വിളിക്കുക. Okay, this refers to the effect that the components edge or shape changes in geometry due to the eddy current. അപ്പോൾ അങ്ങനെ എൻഡിലേക്ക് ആ ഒരു സ്പെസിമെൻ്റെ എഡ്ജുകളിലേക്ക് പോകാൻ നേരത്ത് അവിടെ എഡ്ഡി കറൻറ്റിൻ്റെ സ്ട്രെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുമൂലം ഇംപെഡൻസിന് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു വേരിയേഷൻ വെച്ചുകൊണ്ട് അത് ഡിഫക്റ്റ് ആണ് എന്നുള്ളൊരു ഇതിലേക്ക് പോകേണ്ടതില്ല. സോ at that instance, eddy current flow is distorted as currents cannot flow at the edge. ഇപ്പോൾ എഡ്ജുകളിലേക്കൊക്കെ എത്താൻ നേരത്ത് അത് എഡ്ഡി കറൻറ്റ് ഫ്ലോ, അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. സോ ആ ഡിസ്റ്റർബൻസിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇംപെഡൻസ് വേരിയേഷൻ ഉണ്ടാകും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് കൺഫ്യൂഷൻ വിത്ത് ഫ്ലോസ്, ഇൻസ്പെക്ഷൻ ഈസ് ലിമിറ്റഡ് നിയർ ദ എഡ്ജസ്. അപ്പോൾ നമുക്ക് ആ എൻഡുകളിലേക്ക് പോകാൻ നേരത്ത് ഇംപെഡൻസിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അത് ഡിഫക്റ്റ് ആണോ എന്ന കൺഫ്യൂഷനിലേക്ക് എത്താതിരിക്കാൻ മാക്സിമം എൻഡിലേക്കുള്ള നമ്മൾ എൻഡ് വരെ എത്താതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ എഡ്ജ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പെസിമെൻ്റെ എൻഡുകളിലേക്ക് അല്ലെങ്കിൽ എഡ്ജുകളിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന എഡ്ഡി കറൻറ്റിന് ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റോർഷൻ, ഒരു ഡിസ്റ്റർബൻസ്, അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റാണ് എഡ്ജ് എഫക്റ്റ്. ഇനി എൻഡ് എഫക്റ്റ്. End effect is defined as the disturbance of the magnetic field eddy current distribution impedance due to proximity of the coil to an abrupt change in geometry. അതായത് ഒരു സ്പെസിമിന് സഡൻ ആയിട്ടൊരു തിക്നെസ് വേരിയേഷൻ ഒക്കെ ഉണ്ടാകുന്നു, ജോമെട്രിയിലോട്ട് സഡൻ ആയിട്ടൊരു വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന ആ ഒരു പോർഷനിലേക്ക് എത്തുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇംപെഡൻസിനൊരു വേരിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു സ്പെസിമെൻ്റെ പല സെക്ഷൻ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രി ആണെങ്കിൽ അതിൻ്റെ പല സെക്ഷനിലേക്ക് പോകാൻ നേരത്ത് എഡ്ഡി കറൻറ്റിനുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ എൻഡ് എഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് ഇംപെഡൻസ് ഡ്യൂ ടു പ്രോക്സിമിറ്റി ഓഫ് ദ കോയിൽ ടു ആൻ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ജിയോമെട്രി. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു.